ജോൺ എവററ്റ് മില്ലയുടെ ഒഫീലിയ പെയിന്റിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ജോൺ എവററ്റ് മില്ലെ ഒരു ബ്രിട്ടീഷ് പെയിന്റർ ആൻഡ് ഇല്ലസ്ട്രേറ്റർ ആയിരുന്നു. പ്രീ റാഫലേറ്റ് ബ്രദർഹുഡ് നമ്മൾ പഠിച്ചായിരുന്നു നേരത്തെ മൊഡ്യൂൾ 2 വരുന്ന തിയറി പോർഷനകത്ത്. അപ്പൊ പ്രീ റാഫലേറ്റ് ബ്രദർഹുഡിലെ വൺ ഓഫ് ദി ഫൗണ്ടേഴ്സ് ആണ് ആരെന്ന് പറയുന്നത് സർ ജോൺ എവററ്റ് മില്ലെ. 1848 പ്രീ റാഫലേറ്റ് ബ്രദർഹുഡ് അദ്ദേഹം കോ ഫൗണ്ട് ചെയ്തത് അലോങ് വിത്ത് ഡാൻറ്റെ ഗബ്രിയൽ റോസറ്റി ആൻഡ് വില്യം ഹോൾമൻ ഹണ്ട്. റോയൽ അക്കാഡമിയിലായിരുന്നു ഇദ്ദേഹം ട്രെയിൻഡ് ആയത്. അറ്റ് ദി ഏജ് ഓഫ് 11 അദ്ദേഹം ഇവിടെ റോയൽ അക്കാഡമിയിൽ പെയിന്റിംഗ് അല്ലെങ്കിൽ ആർട്സിന് വേണ്ടി ജോയിൻ ചെയ്തു. ഇദ്ദേഹത്തിന്റെ ഏർലി വർക്ക്സ് എന്ന് പറയുന്നത് ഫോക്കസ്ഡ് ഓൺ ലിറ്റററി സബ്ജക്ട്സിനെ കുറിച്ചും ഹിസ്റ്റോറിക്കൽ സീൻസിനെ കുറിച്ചും റിയലിസം ആൻഡ് ഡീറ്റെയിലിങ്ങിനും ഒക്കെ ആയിരുന്നു ഇദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. വളരെ പ്രിസൈസ് ആയിട്ട് കെയർഫുൾ ആയിട്ട് നേച്ചറിനെ, അതായത് കെയർഫുൾ ആയിട്ട് എല്ലാ കാര്യത്തിനെയും ഒബ്സർവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള ടെക്നിക്കായിരുന്നു ഇദ്ദേഹത്തിന്റെ ടെക്നിക് ഓഫ് പെയിന്റിംഗ്. സോ 1885 ഇദ്ദേഹത്തിനെ നൈറ്റ് ആക്കി മാറ്റി. അങ്ങനെയാണ് അദ്ദേഹത്തിന് സർ എന്നുള്ള പദവി കിട്ടിയത്. സർ ജോൺ എവററ്റ് മില്ലെ എന്നുള്ള പദവി കിട്ടിയത്. ഇനി അബൌട്ട് ദ പെയിന്റിംഗ് ഒഫീലിയ, 1851 അല്ലെങ്കിൽ 1852 ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ടൈം പീരീഡ് ഹി പെയിന്റഡ് ദിസ് പിക്ചർ. ഇത് ഓയിൽ ക്യാൻവാസിലുള്ളതാണ്. ബ്രിട്ടനിൽ ടേറ്റ് ബ്രിട്ടനിൽ ലണ്ടനിലാണ് ഇതിന്റെ പെയിന്റിംഗിന്റെ ലൊക്കേഷൻ. ലിറ്റററി സോഴ്സ്, ഈ ഒരു ഒഫീലിയ എന്നുള്ള ക്യാരക്ടർ ആക്ച്വലി ദിസ് ക്യാരക്ടർ ഇസ് ടേക്കൺ ഫ്രം ഷേക്സ്പിയേഴ്സ് ഹാംലെറ്റ് ആൻഡ് ദിസ്. പിന്നെ ഒഫീലിയയുടെ ഈ ഒരു ഡെത്ത് സീൻ ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിനകത്ത് ഹാപ്പൻ ചെയ്യുന്നതാണ്. ഹാംലെറ്റിന്റെ പിന്നെന്താണ്, ഹാംലെറ്റിനെ സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഒഫീലിയ എന്ന് പറയുന്നത്. ആഫ്റ്റർവേർഡ്സ് ഷീ ഡിസെന്റ് ഇൻ ടു മാഡ്നസ് ആൻഡ് ദെൻ ഷീ ട്രൈ സൂയിസൈഡ്. അങ്ങനെയാണ് പിന്നെ ഇവര് മരിച്ചത്, ഒഫീലിയ. അപ്പൊ ഈ ഒഫീലിയയുടെ ഡെത്ത് സീൻ ഹാംലെറ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മുടെ ആര് വരയ്ക്കുന്നത്, പിന്നെ ജോൺ എവററ്റ് മില്ലെ വരയ്ക്കുന്നത്. ഈ ഡെത്ത് സീൻ ഹാപ്പൻ ചെയ്യുന്നത് ഹാംലെറ്റ് എന്നുള്ള പ്ലേയിൽ ആക്ട് 4 സീൻ 7 ഒഫീലിയ സിങ്സ് വൈൽ ഫ്ലോട്ടിംഗ് ഇൻ എ റിവർ ആഫ്റ്റർ ലൂസിങ് ഹർ സാനിറ്റി ഇവൻച്വലി ഡ്രൗണിങ് എന്നുള്ളതായിരുന്നു ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അപ്പൊ ഒഫീലിയ ഈ ഒരു പെയിന്റിങ്ങിനകത്ത് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീലിയ എന്താണ്, ഈസ് ഫ്ലോട്ടിങ് ഇൻ എ സ്ട്രീം ആൻഡ് ഷീ ഈസ് സറൗണ്ടഡ് ബൈ ലഷ് വെജിറ്റേഷൻ. കുറെ ചെടികളുണ്ട് ഇവരുടെ ഇടയിൽ, കുറെ വൈൽഡ് ഫ്ലവേഴ്സ് ഉണ്ട് വെള്ളത്തില്. വളരെ, അതായത് മൗത്ത് തുറന്ന്, പിന്നെ പാംസ്, രണ്ട് കൈയിലെ പാംസ് അപ്വേർഡ്സ് ആയിട്ട് ഫേസ് ചെയ്ത് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്, അല്ലെ? ഒരു സറണ്ടർ ചെയ്ത പോലെ, ഒന്ന് കീഴടങ്ങി എന്ന പോലെയാണ് ഇവര് കിടക്കുന്നത് അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്നത്. അവരുടെ ഡ്രസ്സ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടപ്പുണ്ട്, എയർ ട്രാപ്പ് ചെയ്ത് കിടക്കുവാണ്. ആ ഒരു ഡ്രസ്സ് ഇങ്ങനെ എയർ ട്രാപ്പ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് അവരെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കൊണ്ടുപോവാണ് വെള്ളം. ഓക്കെ, മുങ്ങാതെ അല്ലെങ്കിൽ ഡ്രൗൺ ചെയ്യാതെ അവരങ്ങനെ കിടക്കുകയാണ്, ഫ്ലോട്ട് ചെയ്ത് കിടക്കുവാണ്. അപ്പൊ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒഫീലിയയുടെ അതൊരു സൈക്കോളജിക്കൽ ട്രാജഡിയാണ്. ഒഫീലിയയുടെ ആ ഒരു പോസ്, മരിച്ചു കിടക്കുന്ന ആ ഒരു പോസ് കാണുമ്പോൾ നമുക്കൊരു ഷോക്ക്, ഇന്നസെൻസ്, അബാൻഡൻമെന്റ്, വളരെ പാസീവ് ആയിട്ട് ഡെത്തിന്റെ മുമ്പിൽ സറൗണ്ട് ചെയ്ത പോലെയാണ് നമുക്ക്, സറണ്ടർ ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്, അല്ലെ? ഒരു ക്രൈസ്റ്റിനെ പോലെ അല്ലെങ്കിൽ ജീസസിനെ പോലെ കൈകൾ ഇങ്ങനെ തുറന്നു വെച്ചിട്ടാണ് മരിച്ചു കിടക്കുന്നത്. ക്രൈസ്റ്റിനെ പോലെ ഇങ്ങനെ പിന്നെ എന്താണ് അവരുടെ ആ ഒരു ഡെത്ത് സിംബലൈസ് ചെയ്യുന്നത് ക്രൈസ്റ്റിന്റെ ഒരു കൈൻഡ് ഓഫ് ഇതും നമുക്ക് കാണാം. ക്രൈസ്റ്റ് ലൈക്ക് സറണ്ടർ നമുക്ക് കാണാം. പിന്നെ നേച്ചർ ഓൾമോസ്റ്റ് കൺസ്യൂം ചെയ്യുന്ന പോലെയാണ് അവരുടെ ചുറ്റിനും നിൽക്കുന്നത്, അല്ലെ? പിന്നെ ആ ഒരു നാച്ചുറൽ വേൾഡ് ആ ഒരു ഫ്ലവേഴ്സിന്റെ രൂപത്തിലും വാട്ടറിന്റെ രൂപത്തിലും വെജിറ്റേഷന്റെ രൂപത്തിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഡെഡ് ബോഡിക്ക് ചുറ്റിനും. ട്രാജിക് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണെങ്കിൽ ഈ പെയിന്റിംഗ് കാണാൻ കുറച്ച് സെറീൻ അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആണ്. ഒരു ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പിലാണ് ഇത്ര ഒരു ഹൊറിഫിക് ആയിട്ടുള്ള ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്തേക്കുന്നത്. ഒരു ഇമോഷണൽ ഫ്രീസ് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? ആ ഒരു എക്സാക്ട് മൊമെന്റ് ബിഫോർ ഷീ സിങ്സ്, അവരുടെ ഡെഡ് ബോഡി സിങ്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു എക്സാക്ട് മൊമെന്റ് ആണ് ഇവിടെ ജോൺ എവററ്റ് മില്ലെ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ടൈമിനെ ഇവിടെ ഫ്രീസ് ചെയ്തിരിക്കുന്നു, അല്ലെ? മെലങ്കളിയെ ഇവിടെ, അതായത് ആ ഒരു സാഡ് ആയിട്ടുള്ള ഒരു ഇമോഷനെ ഇന്റൻസിഫൈ ചെയ്തിട്ടാണ് ഇദ്ദേഹം ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവർക്ക് ചുറ്റിനും പോപ്പീസ് അല്ലെങ്കിൽ ഡെയ്സീസ്, റോസസ്, വയലറ്റ്സ്, ഫോർഗെറ്റ് മീ നോട്ട്സ്, വില്ലോ ട്രീയുടെ ഇലകളുണ്ട്, നെറ്റിലുണ്ട്, ക്രോ ഫ്ലവേഴ്സ് ഉണ്ട്. ഇത്രയും ഫ്ലവേഴ്സ് ആണ് ഇവർക്ക് ചുറ്റിനും ഉള്ളത്. അപ്പൊ പോപ്പീസ് ചുറ്റിനും കാണിക്കുന്ന ഡെത്തിനെ അല്ലെങ്കിൽ സ്ലീപ്പിനെയാണ്. ഡെയ്സീസ് ഇന്നസെൻസിനെയാണ് കാണിക്കുന്നത്. റോസസ് ലവ് അല്ലെങ്കിൽ യൂത്തിനെയാണ് കാണിക്കുന്നത്. വയലറ്റ്സ് എന്നുള്ള ഫ്ലവേഴ്സ് ഫെയ്ത്ത്ഫുൾനെസ്സിനെയാണ് കാണിക്കുന്നത്. ഫോർഗെറ്റ് മീ നോട്ട്സ് ആ ഒരു ചെടി അല്ലെങ്കിൽ പൂക്കൾ എന്തിനെയാണ് കാണിക്കുന്നത്? റിമെമ്പറൻസിനെയാണ് കാണിക്കുന്നത്. വില്ലോ ട്രീ കാണിക്കുന്നത് ഫോർസേക്കൺ ലവിനെയാണ്. നെറ്റിൽ എന്നുള്ള NETTLE നെറ്റിൽ എന്നുള്ള ഫ്ലവർ എന്ന് കാണിക്കുന്നത് പെയിൻ അല്ലെങ്കിൽ സഫറിങ്ങിനെയാണ്. ക്രോ ഫ്ലവേഴ്സ് കാണിക്കുന്നത് ഫൂളിഷ്നെസ്സിനെയാണ്.
തീം ഇതിനകത്ത് വരുന്നത് മാഡ്നസ്. അവരുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒരു മെന്റൽ ബ്രേക്ക് ഡൗണിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ അവരുടെ ഫേസിൽ റിഫ്ലക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. ആ ഒരു സാക്രിഫിഷ്യൽ ഫിഗർ, അതായത് സ്വയം സാക്രിഫൈസ് ചെയ്ത് മരിച്ച പോലെയാണ് അവരുടെ ഒരു ഫേസ് കാണുന്നത്. ഫ്ലോട്ട് ചെയ്ത് കിടക്കുവാണ്, എന്തോ ഒരു സാക്രിഫിഷ്യൽ ഫിഗറിനെ പോലെ, അതാണ് ക്രൈസ്റ്റിനെ പോലെ കമ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഒഫീലിയയുടെ ആ ഒരു പ്യൂരിറ്റിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നേച്ചർ ആണ് ഇവരുടെ ഡെത്തിന് ഒരു വീക്ക്നെസ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെ? നേച്ചർ ഇൻഡിഫറന്റ് ആയിട്ട് ഇതിനെ ഓവർ പവർ ചെയ്ത് നിൽക്കുവാണ്. അതായത് ഹ്യൂമൻ ബീങ്സ് നേച്ചറിന്റെ മുമ്പിൽ വളരെ ഫ്രജൈൽ ആണ്, വൾണറബിൾ ആണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഡെത്തിനെ ബ്യൂട്ടിഫൈ ചെയ്തിട്ടാണ് ഇവിടെ ഈ പെയിന്റിങ്, ഡെത്തിനെ റൊമാൻറ്റിസൈസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നതിനെ പീസ്ഫുൾ ആയിട്ടും കാം ലൈക്ക് അല്ലെങ്കിൽ ഡ്രീം ലൈക്ക് ആയിട്ടുള്ള ഒരു പെയിന്റിങ് പോലാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ്, ഇതിനകത്ത് വരുന്ന പ്രീ റാഫലേറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അപ്പം നേച്ചറിന്, അതായത് ഇവിടെ പിന്നെന്താ പറയാ, ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പെയിന്റിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ജോൺ എവററ്റ് മില്ലേ ഈ ഒരു ഓൺ സൈറ്റിൽ പോയി, ഈ ഒരു സൈറ്റ് ഉണ്ടല്ലോ, ഈ ഒരു റിവർ ഹോക്സ് മിൽ എന്നുള്ള റിവറാണ്, അവിടെ മാസങ്ങളോളം പോയി താമസിച്ച് അതിന്റെ എസൻസ് ക്യാപ്ചർ ചെയ്ത്, അതായത് അതിനകത്ത് ലീവ്സ്, വെള്ളത്തിനകത്തുള്ള ലീവ്സ്, വെള്ളത്തിനകത്ത് ലൈറ്റ് എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു, എന്തൊക്കെ സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആണ് ഈ വെള്ളത്തിനകത്തുള്ളതെന്നും ഒക്കെ പഠിച്ചിട്ടാണ് ഈ ഒരു പെയിന്റിങ് ചെയ്തിരിക്കുന്നത്. ഇതൊരു റിയൽ ലൈഫ് ലൊക്കേഷൻ ആണിത്. പിന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള ലുമിനസ് ആയിട്ടുള്ള കളേഴ്സ് ഓയിലില്, തിൻ ലെയേഴ്സ് ഓഫ് ഓയില് മിക്സ് ചെയ്തിട്ടാണ് ഇദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ്. അപ്പൊ ഷേക്സ്പിയറിന്റെ ഡ്രാമയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തൊരു ക്യാരക്ടറിനെയാണ് അദ്ദേഹം ഇവിടെ വരച്ചേക്കുന്നത്, അല്ലെ? ആ ഒരു സീനാണ് അദ്ദേഹം ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ആ ഒരു ഇമോഷണൽ സിൻസിയറിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ റോ ആൻഡ് ഓണസ്റ്റ് ആയിട്ടാണ് ആ പെയിന്റിങ്ങിനെ അദ്ദേഹം വരച്ചിരിക്കുന്നത്. ഓരോ ഫ്ലവറും ബോട്ടാണിക്കലി കറക്റ്റുമാണ്. അതിന് ഓരോ ഫ്ലവേഴ്സിനും ഓരോ മീനിങ്ങും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ നോക്കിയല്ലോ. ആൻഡ് ഓൾസോ കളർ അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീനും ബ്രൗണിനെയാണ് നേച്ചറിനെ കാണിക്കുന്നത്, ഒരു എർത്തി ടോണിനെയാണ് കാണിക്കുന്നത്. റെഡ് കളർ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന പാഷൻ അല്ലെങ്കിൽ ഡേഞ്ചറിനെ കാണിക്കുന്നു. വൈറ്റിഷ് ഡ്രസ്സ് പ്യൂരിറ്റി അല്ലെങ്കിൽ ഇന്നസെൻസിനെയാണ് ആ ക്യാരക്ടറിനെ കാണിക്കുന്നത്. പിന്നെ ബ്ലൂ ഗ്രീൻ വാട്ടർ ആണ്, അതൊരു കൂൾ കാം ഡെത്തിനെ കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡ്രീം ലൈക്ക് ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ടാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പെയിന്റിങ്ങിനെ, അല്ലെ? പിന്നെ ഒഫീലിയയുടെ സ്കിന്ന് പെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്, വളരെ പീസ്ഫുൾ ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് പോവുകയാണ് ഈ ഒരു ഡെഡ് ബോഡി. ഒഫീലിയ ആണ് അറ്റ് സെന്റർ. പിന്നെ ഡെൻസ്, ഭയങ്കര തിക്കായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് ആണ്. ആൻഡ് അവരുടെ ബോഡി വളരെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടാണ് അവിടെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്, നമുക്ക് അപ്പോഴേ മനസ്സിലാവും. ഹാൻഡ്സ് ഓപ്പൺ ആയിട്ടാണ് മരിച്ചിരിക്കുന്നത്, അല്ലെ? ആ ഒരു ലൈഫിൽ നിന്ന്, അല്ലെങ്കിൽ ലൈഫിൽ ഡെത്തിന്റെ ഉള്ളിൽ സറണ്ടർ ചെയ്തിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഒരുപാട് ഗ്ലേസിംഗ് ലെയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പെയിന്റിങ് കാണുമ്പോൾ ഒരു ഷൈൻ ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു ഒഫീലിയ എന്നുള്ള പെയിന്റിങ്ങിനകത്ത് ശരിക്കുള്ള ഒരു സ്ത്രീയെ മോഡലാക്കി വെച്ചിട്ടാണ് അദ്ദേഹം പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സ്ത്രീയുടെ പേര് എലിസബത്ത് സിഡൽ. നമ്മൾ കാണുന്ന ഈ ഒരു ഒഫീലിയയുടെ പെയിന്റിംഗ് എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് ആക്ച്വലി ദ ഫേസ് ഓഫ് അനദർ മോഡൽ നെയ്മഡ് എലിസബത്ത് സിഡൽ. എലിസബത്ത് സിഡൽ പോസ്റ്റ് ആസ് എ മോഡൽ ഫോർ ദിസ് പെയിന്റിംഗ് ബിഫോർ ജോൺ എവററ്റ് മില്ലേ. അവര് ബാത്ത് ടബില് അവേഴ്സ്, മണിക്കൂറുകളോളം ഡ്രൗണിങ്ങിന്റെ ഈ ഒരു മുങ്ങിക്കിടക്കുന്ന പോസ് അവർ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്തിയത്. ഓക്കെ, അപ്പൊ പ്രീ റാഫലറ്റിന്റെ ഒരു മ്യൂസ് തന്നെ ആയിരുന്നു ഈ മോഡൽ ആയിട്ടുള്ള എലിസബത്ത് സിഡൽ എന്ന് പറയുന്നത്. വിക്ടോറിയൻ വ്യൂവേഴ്സിന് ഈ ഒരു പെയിന്റിംഗ് വളരെ ഷോക്കായിരുന്നു. കാരണം ഈ ഇതിനകത്ത് വരുന്ന ഒരാൾ ഡെഡ് ബോഡി ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു, അതിന് ചുറ്റിനും ഫ്ലവേഴ്സ് കിടക്കുന്നു, അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. വിക്ടോറിയൻ സൊസൈറ്റിക്ക് ഈ ഒരു പെയിന്റിംഗ് ഇറങ്ങിയ സമയത്ത്, ആ ഒരു സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഒഫീലിയ ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണിത്. ഓക്കെ, ലിറ്ററേച്ചറും റിയലിസവും നേച്ചറും പോവും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രീ റാഫലറ്റ് ബ്രദർഹുഡ്, ആ ഒരു ആർട്ടിസ്റ്റുകളുടെ ആർട്ടിസ്റ്റിക് റെവല്യൂഷനെയാണ് ഇത് കാണിക്കുന്നത്. മോഡേൺ ആർട്ടിനെയും ഫാഷനെയും ഫോട്ടോഗ്രാഫിയും സിനിമയൊക്കെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു പെയിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പിന്നെ ഒഫീലിയയുടെ ആ ഒരു ട്രാജിക് മൊമെന്റിനെ അദ്ദേഹം ഒരു ഡ്രീം ലൈക്ക് ടാബ്ലോ ആക്കി, അല്ലെങ്കിൽ ഒരു പെയിന്റിംഗ് ആക്കിയാണ് അദ്ദേഹം മാറ്റിയിരിക്കുന്നത്. ബ്യൂട്ടിയും ഡെത്തും കോ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നും, നേച്ചറും മിററിന്റെ ഒരു ഇന്നർ ടെർമോയിലിനെയാണ് എന്ത് കാണിക്കുന്നത്, ഈ ഒരു ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ അപ്പം ഒഫീലിയയുടെ ഇതെന്ന് പറയുന്നത്, എന്താ പറയാ, മറന്നു പോവരുത് ഒഫീലിയയുടെ ഡെത്ത്. പിന്നെ എന്താണ് ഈ ഒരു ഒഫീലിയ എന്നുള്ള ക്യാരക്ടർ ഏത് ഇതിനകത്ത് നിന്നാണ് എടുത്തതെന്നുള്ളതും ഡ്രാമയ്ക്കകത്ത് നിന്നാണ് എടുത്തതെന്നുള്ളതും ഒന്നും മറന്നു പോകരുത്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്
ഈ ഒരു ഡെത്ത് സീൻ ഹാപ്പൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാംലെറ്റിനെ ഇവർ സ്നേഹിക്കുന്നു, ഇവരുടെ അച്ഛൻ മരിക്കുന്നു, പിന്നെ ഇവരുടെ പിന്നെ എന്താ പറയാ ബ്രദറിന്റെ അല്ലെങ്കിൽ ബ്രദറും ഹാംലെറ്റും തമ്മിലുള്ള ഇഷ്യൂസ്, ഇതൊക്കെ കൊണ്ടൊക്കെ, പിന്നെ അതുപോലെ തന്നെ ഹാംലെറ്റ് ഇവരെ റിജക്ട് ചെയ്യുന്നു, ഹാംലെറ്റ് ഇവരെ നല്ല രീതിയിൽ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സ്പീച്ച് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൊണ്ട് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ മാഡ്നസിലോട്ട് ഇവരങ്ങ് പതുക്കെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവര് ഡ്രൗണ്ട് ആവുകയാണ്. ആക്സിഡന്റലി ആണോ അതോ സൂയിസൈഡ് ചെയ്യുന്നതാണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ലെങ്കിലും ഒരു പിന്നെ അതിലൊരു കൺഫ്യൂഷൻ പിന്നെ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഡ്രൗണിങ്ങിനെ നമ്മുടെ ജോൺ എവററ്റ് മില്ലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രീം ലൈക്ക് പെയിന്റിംഗ് ആക്കിയാണ് അദ്ദേഹം മാറ്റിയിരിക്കുന്നത്. ആൻഡ് ഇൻ ദാറ്റ് പെയിന്റിംഗ് വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ബോത്ത് ബ്യൂട്ടി ആൻഡ് ഡെത്ത് ക്യാൻ കോ എക്സിസ്റ്റ്. മരണത്തിലും ബ്യൂട്ടി ഉണ്ടെന്ന് ഈ ഒരു പെയിന്റിംഗ് നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലെ? നേച്ചറും ഈ ഒരു പെയിന്റിംഗ്, അതായത് ഈ ഒരു പെൺകുട്ടിയുടെ ഇന്നർ ടെർമോയിലിനെയാണ് കാണിക്കുന്നത്, ആ ചുറ്റിനുമുള്ള ആ ഒരു നേച്ചറിന്റെ എലമെന്റ്സ്. ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് ആണ് ഇതിനകത്ത് ഈ ഒരു പെയിന്റിങ്ങിനകത്ത് നമുക്ക് കാണാം.